ഒരിക്കൽ ഇബ്രാഹിം നബി വീട് വിട്ട് സത്യദൈവത്തെ അന്വേഷിച്ച് നടന്നു. വളരെ കാലം അദ്ദേഹം അലഞ്ഞു തിരിഞ്ഞു. ഒടുവിൽ അദ്ദേഹം ഒരു മലയിലെത്തി. അദ്ദേഹം മലമുകളിൽ കയറി ഒരു ഗുഹയുടെ അടുത്തെത്തി. അവൻ വളരെ കാലം അവിടെയിരുന്നു. ഒരിക്കൽ അദ്ദേഹം വളരെ തിളങ്ങുന്ന ഒരു നക്ഷത്രത്തെ കണ്ടു. നക്ഷത്രത്തിൻ്റെ സൗന്ദര്യത്തെ കണ്ടപ്പോൾ ഈ നക്ഷത്രം അല്ലാഹുവാണെങ്കിലോ എന്ന് അദ്ദേഹം സംശയിച്ചു. കുറച്ച് സമയത്തിന് ശേഷം നക്ഷത്രം അപ്രത്യക്ഷമായി. നക്ഷത്രം അല്ലാഹുവല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. സത്യദൈവം ഒരിക്കലും മാറിപ്പോവുകയോ അപ്രത്യക്ഷമാവുകയോ ചെയ്യില്ല. കുറച്ച് സമയത്തിന് ശേഷം ചന്ദ്രൻ ഉദിച്ചു. ചന്ദ്രൻ വളരെ മനോഹരമായിരുന്നു. അതിനാൽ ചന്ദ്രൻ അല്ലാഹു ആണെന്ന് ഇബ്രാഹിം നബി കരുതി. നബി കുറച്ചുനേരം ചന്ദ്രനിലേക്ക് തന്നെ നോക്കി നിന്നു. പക്ഷേ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ചന്ദ്രൻ ചക്രവാളത്തിൽ നിന്നും അപ്രത്യക്ഷമാകുമ്പോൾ അതുമല്ല ദൈവം എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇബ്രാഹിം നബി വളരെ നിരാശനായിരുന്നു. എങ്കിലും അവൻ മലഞ്ചെരുവിലെ ആ പർവ്വതത്തിൻ്റെ മുകളിൽ തന്നെയിരുന്നു. സൂര്യപ്രകാശത്തെ നോക്കി ഇത് അല്ലാഹു ആണെങ്കിലോ എന്ന് വീണ്ടും ആശ്ചര്യപ്പെട്ടു. വൈകുന്നേരങ്ങളിൽ സൂര്യൻ ചക്രവാളത്തിൽ അസ്തമിച്ചപ്പോൾ അത് ദൈവമല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. സത്യദൈവം ഒരിക്കലും അസ്തമിക്കില്ല. യഥാർത്ഥ ദൈവത്തെ ഒരിക്കലും സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് ഇബ്രാഹിം നബി മനസ്സിലാക്കി. അല്ലാഹു സകല വസ്തുക്കളുടെയും സൃഷ്ടാവാണെന്നും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അല്ലാഹുവിൻ്റെ സൃഷ്ടിയാണെന്നും അദ്ദേഹം മനസ്സിലാക്കി. അല്ലാഹുവിന് നന്ദി പ്രകടിപ്പിച്ചു. അല്ലാഹു അദ്ദേഹത്തെ നേർവഴിയിലാക്കിയിരിക്കുന്നു. അപ്പോഴാണ് അല്ലാഹു അദ്ദേഹത്തെ പ്രവാചകനായി തിരഞ്ഞെടുത്തതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. തൻ്റെ ജനത്തെ നയിക്കാൻ അല്ലാഹു അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. ഇത് അദ്ദേഹത്തിന് ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമായിരുന്നു. ഈ സന്തോഷവാർത്ത അറിയിക്കാൻ ഇബ്രാഹിം നബി തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് ഓടി. ഇത് അറിഞ്ഞ അദ്ദേഹത്തിൻ്റെ പിതാവ് കോപിഷ്ഠനായി. നിനക്കെങ്ങനെ എൻ്റെ ദൈവങ്ങളെ നിഷേധിക്കാൻ കഴിഞ്ഞു? പിതാവേ, എന്നെ പിന്തുടരൂ, ഞാൻ സത്യമാർഗത്തിൽ അങ്ങയെ നയിക്കാം. ഇബ്രാഹിം നബി പിതാവിനോട് യാചിച്ചു. ഇത് അറിഞ്ഞ അദ്ദേഹത്തിൻ്റെ പിതാവ് കോപിഷ്ഠനായി. നിനക്കെങ്ങനെ എൻ്റെ ദൈവങ്ങളെ നിഷേധിക്കാൻ കഴിഞ്ഞു? പിതാവേ, എന്നെ പിന്തുടരൂ, ഞാൻ സത്യമാർഗത്തിൽ അങ്ങയെ നയിക്കാം. ഇബ്രാഹിം നബി പിതാവിനോട് യാചിച്ചു. ഒന്നും ചെയ്യാനാകില്ലെന്ന് പിതാവ് ചിന്തിച്ചു. അല്ലാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കേണ്ടത് തൻ്റെ ദൗത്യമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. നബി മറ്റ് ആളുകളുടെ അടുത്തെത്തി അവരെ സന്മാർഗം ഉപദേശിച്ചു. ഏകദൈവം അല്ലാഹു മാത്രമാണ്. അല്ലാഹുവല്ലാതെ യാതൊരു ദൈവവുമില്ല. അവനല്ലാതെ ആരാധനയ്ക്കർഹൻ മറ്റാരുമില്ല. ഞാൻ ഇനി ഒരിക്കലും വിഗ്രഹങ്ങളുടെ മുൻപിൽ വീണ് നമസ്കരിക്കില്ല. അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ ആളുകൾ വളരെ രോഷാകുലരായി. നിങ്ങൾ എന്തിനാണ് ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത്? അവർക്ക് ശക്തിയില്ലെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് അദ്ദേഹം വീണ്ടും അവരോട് ചോദിച്ചു. അവർ ഇബ്രാഹിം നബിയെ ഭീഷണിപ്പെടുത്തി. ആയതിനാൽ അദ്ദേഹത്തിന് അവിടം വിട്ട് പോകേണ്ടി വന്നു. വിഗ്രഹം യഥാർത്ഥ ദൈവങ്ങളല്ലെന്ന് അവരെ കാണിക്കാൻ ഒരു ഉപായത്തെ പ്രവാചകൻ ചിന്തിച്ചു. ഒരു ദിവസം ഒരു വലിയ ആഘോഷം അവിടെയുള്ള നദിക്കരയിൽ വച്ച് നടന്നു. നഗരത്തിലെ എല്ലാവരും അവിടെ കാണുമെന്ന് നബിക്കറിയാമായിരുന്നു. പട്ടണത്തിൽ ആരും ഉണ്ടായിരുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നതുവരെ പ്രവാചകൻ കാത്തിരുന്നു. അദ്ദേഹം ഒരു കോടാലിയെടുത്ത് ക്ഷേത്രത്തിനുള്ളിലേക്ക് പോയി. അവിടെ ഒട്ടേറെ വിഗ്രഹങ്ങളുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളെല്ലാം തച്ചുടച്ചു. ഒന്നു ഒഴികെ എല്ലാ വിഗ്രഹങ്ങളും തകർത്തു. അത് ആ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രതിമയാണ്. ഈ പ്രതിമയുടെ കഴുത്തിൽ ഒരു കോടാലി വച്ച് അദ്ദേഹം ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി. പിറ്റേ ദിവസം നഗരത്തിലെ ആളുകൾ ആരാധനയ്ക്കായി ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ വിഗ്രഹങ്ങൾ തകർന്നു തരിപ്പണമായത് കണ്ട് അവർ ഞെട്ടി. വിഗ്രഹങ്ങളുടെ കഷ്ണങ്ങൾ ചുറ്റിലും ചിതറിക്കിടക്കുകയായിരുന്നു.
ഈ ഭീകരമായ പ്രവൃത്തി ചെയ്തവർ ആരായിരിക്കുമെന്നവർ ഒത്തുകൂടി ചർച്ച ചെയ്തു. ഇന്നലെ കമ്പോളത്തിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു എന്ന് അവരിൽ ഒരാൾ പറഞ്ഞു. അവൻ നമ്മുടെ ദൈവങ്ങൾക്കെതിരെയാണ് സംസാരിച്ചിരുന്നത്. എനിക്കയാളെ അറിയാം, പേര് ഇബ്രാഹിം എന്നാണ്. ആളുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കാണുകയും ക്ഷേത്രത്തിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവരികയും ചെയ്തു. നീയാണോ ഇതെല്ലാം ചെയ്തത്? എന്തിനാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്? ഇവിടെ ഒരു വലിയ ദൈവം നിൽക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തോട് ചോദിച്ചാൽ പോരെ? ഇത് അവിടെയുള്ളവരെ ചൊടിപ്പിച്ചു. വിഗ്രഹങ്ങൾ സംസാരിക്കില്ല, നീ എന്താ ഞങ്ങളെ കളിപ്പിക്കുകയാണോ? സംസാരിക്കാൻ പോലും കഴിവില്ലെങ്കിൽ ഈ വിഗ്രഹങ്ങളെ പിന്നെ എന്തിനാണ് ആരാധിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അവർക്ക് കാണാനോ കേൾക്കാനോ സാധിക്കില്ലല്ലോ. അവിടെ കൂടിയിരുന്നവർക്ക് ഒന്നും പറയാനുണ്ടായില്ല. അവർക്ക് നാണക്കേട് തോന്നി. ചിലർക്ക് ഇബ്രാഹിം നബി പറയുന്നത് സത്യമാണെന്ന് മനസ്സിലായി. എന്നാൽ മറ്റുള്ളവർ അപ്പോഴും വൈരാഗ്യം വച്ചുകൊണ്ടിരുന്നു. അവനെ കൊല്ലണം! ആളുകളുടെ ഇടയിൽ നിന്ന് ഒരു ശബ്ദമുയർന്നു. അവർ അദ്ദേഹത്തെ ചങ്ങലകൾ കൊണ്ട് കെട്ടിയിട്ടു. അദ്ദേഹത്തെ എന്ത് ചെയ്യണം എന്നുകൂടി ആലോചിച്ചു. അവനെ ചുട്ടുകൊല്ലണം! ഒരാൾ പറഞ്ഞു. ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള തീയിൽ അവനെ എറിയണം! മറ്റൊരാൾ പറഞ്ഞു. ഇത് നല്ലൊരു തീരുമാനമാണെന്ന് എല്ലാവരും കരുതി. അങ്ങനെ ബാബിലോണിലെ ആളുകൾ തീയുണ്ടാക്കാൻ ആരംഭിച്ചു. ഭയാനകമായ തീ. പക്ഷികൾക്ക് പോലും അതിൻ്റെ മുകളിലൂടെ പറക്കാൻ പറ്റാത്ത അവസ്ഥ. ആളുകൾക്ക് അതിൻ്റെ അടുത്തുപോലും പോകാൻ സാധിക്കില്ലായിരുന്നു. ഇബ്രാഹിം നബി തന്നെയാണ് വിഗ്രഹം നശിപ്പിച്ചതെന്ന് ജനങ്ങൾ മനസ്സിലാക്കി. വലിയ തീയിൽ അവർ അദ്ദേഹത്തെ ചുട്ടുകൊല്ലുവാനായി തീരുമാനിച്ചു. എന്നിട്ട് അവർ ശേഖരിച്ച എല്ലാ വിറകുകളും അതിൽ നിക്ഷേപിച്ചു. അങ്ങനെ തീ ഭയാനകമായി പടർന്നു പിടിച്ചു. ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധം തീ വളർന്നു. ആർക്കും അതിനോട് അടുക്കാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷികൾ പോലും അതിനു മുകളിൽ പറക്കാൻ കഴിയാത്ത അത്ര ഉയരം. ബാബിലോണിലെ ഈ വലിയ തീപിടുത്തത്തെക്കുറിച്ച് പലരും കേട്ടു. ഈ പ്രതിഭാസം കാണാൻ അവർ നഗരത്തിലേക്ക് ചെന്നു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കൈയും കാലും കെട്ടിയിട്ട് ഒരു കവണയിൽ കയറ്റി നിർത്തി അദ്ദേഹത്തെ തീയിലേക്കെറിഞ്ഞു. പെട്ടെന്ന് തന്നെ സ്വർഗത്തിൽ നിന്നും ഒരു ദൂതൻ പ്രവാചകന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തോട് ചോദിച്ചു, എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? തന്നെ തീയിൽ നിന്നും രക്ഷിക്കാൻ അദ്ദേഹത്തിന് വേണമെങ്കിൽ അപേക്ഷിക്കാമായിരുന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു എന്നെ ഇഷ്ടപ്പെടുവാൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പിന്നീട് സംഭവിച്ചത് അത്ഭുതമായിരുന്നു. അദ്ദേഹം തീയിൽ ചെന്ന് വീണപ്പോൾ തണുപ്പാണ് അനുഭവപ്പെട്ടത്. അദ്ദേഹത്തെ കെട്ടിയിട്ടിരുന്ന കയറല്ലാതെ മറ്റൊന്നും കത്തിയില്ല. ഒരു ഉദ്യാനത്തിലിരിക്കുന്ന പോലെ തീയിലിരുന്നു കൊണ്ട് അല്ലാഹുവിനെ അദ്ദേഹം സ്തുതിച്ചു. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ജനങ്ങൾക്കറിയാൻ സാധിച്ചില്ല. അതിനാൽ അവർ തീ അണയുന്നവരെ കാത്തിരുന്നു. തീ കെട്ടടങ്ങിയപ്പോൾ പ്രവാചകൻ ഒരു പോറൽ പോലും ഏൽക്കാതെ ആ തീയിൽ നിന്നും പുറത്തു വന്നു. അത് കണ്ടപ്പോൾ അത്ഭുതത്തോടെ അവർ പ്രവാചകനെ നോക്കി നിന്നു. ഇത് ശരിക്കും അത്ഭുതമാണ്. ഇബ്രാഹീമിൻ്റെ ദൈവം സത്യം തന്നെയാണ്, ജനങ്ങളിൽ ചിലർ പറഞ്ഞു. എങ്കിലും ഭൂരിഭാഗം ആളുകളും വിഗ്രഹങ്ങൾ നശിപ്പിച്ചതിനാൽ നബിയോട് ദേഷ്യത്തിൽ തന്നെ ആയിരുന്നു. അവർ അദ്ദേഹത്തെ നമ്രൂദ് രാജാവിൻ്റെ സദസ്സിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ കൈകാലുകൾ ബന്ധിച്ച നിലയിലാണ് കൊട്ടാരത്തിലെത്തിച്ചത്. നമ്രൂദ് രാജാവ് പ്രവാചകനോട് ചോദിച്ചു, ഞങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെ നശിപ്പിച്ചതെന്തിന്? പ്രവാചകൻ പറഞ്ഞു, അവർ ദൈവമല്ല, വെറും കൽപ്രതിമകളാണ്. ആരാണ് യഥാർത്ഥ ദൈവമെന്ന് നമ്രൂദ് ചോദിച്ചു. പ്രവാചകൻ ശാന്തമായി മറുപടി പറഞ്ഞു, ഏക സത്യദൈവം അല്ലാഹു മാത്രമാണ്. എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിക്കുവാനും സംഹരിക്കുവാനുമുള്ള കഴിവ് അല്ലാഹുവിന് മാത്രമാണുള്ളത്.
രാജാവ് പ്രവാചകന്റെ വാക്കുകൾ കേട്ട് കോപാകുലനായി. അവൻ കോപത്തോടെ എഴുന്നേറ്റ് നിന്നു പറഞ്ഞു, ജീവനും മരണവും എനിക്ക് നൽകാൻ കഴിയും. നിന്നെ ഞാനത് കാണിക്കാം. രണ്ടുപേരെ കോടതി മുറിയിലെത്തിക്കുവാൻ അദ്ദേഹം കൽപ്പിച്ചു. അതിൽ ആദ്യത്തവനെ കൊല്ലുവാൻ നമ്രൂദ് ആവശ്യപ്പെട്ടു. ഒരു ഭടൻ വാളെടുത്ത് ഒരു അടിമയെ കൊന്നു. നോക്ക്, ജീവനെടുക്കാനുള്ള അധികാരം എനിക്കുണ്ട്. അവൻ അടുത്ത അടിമയെയും കൊല്ലുവാൻ ആവശ്യപ്പെട്ടു. ഭടൻ വാളെടുത്ത് വീശുന്നതിന് തൊട്ടുമുമ്പ് രാജാവ് കൽപ്പിച്ചു, അവനെ കൊല്ലരുത്, അവൻ ജീവിക്കണം. എന്നിട്ട് നമ്രൂദ് ഇബ്രാഹിം നബിയോട് പറഞ്ഞു, കണ്ടോ, എനിക്ക് ജീവിപ്പിക്കുവാനും കഴിവുണ്ട്. പ്രവാചകൻ പറഞ്ഞു, അല്ലാഹു സൂര്യനെ പടിഞ്ഞാറ് നിന്ന് ഉദിപ്പിക്കാൻ കഴിവുള്ളവനാണ്. നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുമോ? നമ്രൂദിന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അവന് ഇബ്രാഹിം നബിയോട് വൈരാഗ്യമുണ്ടായി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനങ്ങളോട് അല്ലാഹുവിൽ വിശ്വസിക്കാൻ ആവശ്യപ്പെട്ടു. ബാബിലോണിലെ ഒരു പുരുഷനും ഒരു സ്ത്രീയുമൊഴികെ ആരും തന്നെ ഇബ്രാഹിം നബിയുടെ വാക്കുകൾ ശ്രദ്ധിക്കാൻ തയ്യാറായിരുന്നില്ല. ആ സ്ത്രീയുടെ പേര് സാറ എന്നും പുരുഷന്റെ പേര് ലൂത്ത് എന്നുമായിരുന്നു. ലൂത്ത് പിന്നീട് പ്രവാചകനായിത്തീർന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ വാക്കുകൾ ഇവിടെ ആരും കേൾക്കാൻ പോകുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറിപ്പാർക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. മറ്റൊരു ജനതയിൽ അല്ലാഹുവിൽ നിന്നുള്ള സന്ദേശം പ്രചരിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. പ്രവാചകൻ തന്റെ പിതാവിനോട് ഇസ്ലാമിലേക്ക് ചേരാൻ അപേക്ഷിച്ചു. എന്നാൽ അയാൾ അത് നിരസിച്ചു. പ്രവാചകനും സാറയും ലൂത്ത് നബിയും ഒരു നീണ്ട യാത്ര ആരംഭിച്ചു. സിറിയ, പലസ്തീൻ, ഈജിപ്ത് എന്നിവിടങ്ങളിലൂടെ അവർ സഞ്ചരിച്ചു. ജനങ്ങളോട് അല്ലാഹുവിൽ വിശ്വസിക്കാൻ ആവശ്യപ്പെട്ടു. ഇതിനിടയിൽ പ്രവാചകനായ ലൂത്ത് നബി അലൈഹിസ്സലാം ചാവുകടൽ തീരത്തേക്ക് കുടിയേറി അവിടെ ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ചു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം സാറയെ വിവാഹം ചെയ്തു. അവൾ നല്ലൊരു വിശ്വാസിയായിരുന്നു. പ്രവാചകനും ഭാര്യയും മരുഭൂമിയിൽ കുറേ നാൾ യാത്ര ചെയ്തു. ഒരു ദിവസം അവർ ഒരു ദുഷ്ടനായ രാജാവിൻ്റെ രാജ്യത്ത് പ്രവേശിക്കാനിടയായി. ദുഷ്ടനായ രാജാവ് പ്രവാചകന്റെ സുന്ദരിയായ ഭാര്യയെക്കുറിച്ചറിഞ്ഞു. രാജാവ് പ്രവാചകനെ തന്റെ മുമ്പിൽ ഹാജരാക്കാൻ ഒരു ഭടനെ അയച്ചു. രാജാവിന്റെ മുമ്പിൽ പ്രവാചകനെ കൊണ്ടുവന്നു. നിങ്ങളുടെ കൂടെയുള്ള സ്ത്രീ ആരാണ്? രാജാവ് ചോദിച്ചു. പ്രവാചകൻ തന്റെ സഹോദരിയാണെന്ന് മറുപടി പറഞ്ഞു. സാറയെ രാജസദസ്സിൽ കൊണ്ടുവരാൻ ദുഷ്ടനായ രാജാവ് പ്രവാചകനോട് കൽപ്പിച്ചു. അവരെ പരിചയപ്പെടാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്ന് രാജാവ് പറഞ്ഞു. പ്രവാചകൻ തന്റെ ഭാര്യയോട് പോയി പറഞ്ഞു, രാജാവ് നിന്നെ കാണാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ നീ എന്റെ ഭാര്യയാണെന്ന് പറയരുത്. നീ എന്റെ സഹോദരിയാണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സാറ രാജാവിന്റെ അടുക്കലെത്തിയപ്പോൾ രാജാവ് അവളുടെ സൗന്ദര്യം കണ്ട് മതിമറന്നു. അദ്ദേഹം സാറയെ പിടിക്കാനായി ശ്രമിച്ചു. എന്നാൽ സാറയുടെ അടുത്തെത്തിയതും രാജാവിന്റെ കൈ അനക്കാൻ സാധിച്ചില്ല. ദുഷ്ടനായ രാജാവ് ഭയപ്പെട്ടു. അവൻ അപേക്ഷിച്ചു, നിങ്ങൾ എനിക്ക് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. ഞാൻ ഒരിക്കലും ഒരു ദ്രോഹവും വരുത്തുകയില്ല. സാറ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ആ ദുഷ്ടനായ രാജാവിന്റെ കൈകൾ സുഖം പ്രാപിച്ചു. പക്ഷേ വീണ്ടും സാറയെ കയറിപ്പിടിക്കാൻ രാജാവ് മുതിർന്നു. അവന്റെ കൈകൾ വീണ്ടും അനങ്ങാതെയായി. ദുഷ്ടനായ രാജാവ് വീണ്ടും സാറയോട് അപേക്ഷിച്ചു, വീണ്ടും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ. സാറ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ആ ദുഷ്ടനായ രാജാവിന്റെ കൈകൾ സുഖം പ്രാപിച്ചു. സാറ ഒരു സാധാരണ സ്ത്രീയല്ലെന്ന് രാജാവ് തിരിച്ചറിഞ്ഞു. അങ്ങനെ അവൻ സാറയ്ക്കൊരു സമ്മാനം നൽകി. അവൻ തന്റെ ദാസിമാരിൽ ഹാജറ എന്നു പേരുള്ള ഒരു അടിമയെ സാറയ്ക്ക് നൽകി. അതിനുശേഷം അവളെ വീട്ടിലേക്ക് അയച്ചു. സാറ തിരിച്ചു വന്നപ്പോൾ ഇബ്രാഹിം നബി കാര്യങ്ങൾ അന്വേഷിച്ചു.
ആ ദുഷ്ടനായ രാജാവിനെ അല്ലാഹു ഒരു പാഠം പഠിപ്പിച്ചു. അവനെക്കൊണ്ട് അവൻ്റെ ദാസിയെ എനിക്ക് സമ്മാനമായി നൽകിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. ഇബ്രാഹിം നബിയുടെ മുടി നരച്ചു തുടങ്ങി. അപ്പോഴും ഇബ്രാഹിം നബി ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. സാറയ്ക്കും പ്രായമായി. ഇനി തനിക്കൊരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ടുതന്നെ അടിമയായ ഹാജറയെ വിവാഹം കഴിക്കാൻ സാറ ഇബ്രാഹിം നബിയോട് ആവശ്യപ്പെട്ടു. അവൾക്ക് ഒരു നല്ല കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുവാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. മാസങ്ങൾക്ക് ശേഷം ഹാജറ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. അവന് ഇസ്മായിൽ എന്നു പേരിട്ടു. കാലങ്ങൾ ഒരുപാട് കടന്നുപോയി. ഒരിക്കൽ ഇബ്രാഹിം നബി ഞെട്ടി ഉണർന്നു. അല്ലാഹുവിനു വേണ്ടി എന്തോ ചെയ്യേണ്ടതായി ഉണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം ഹാജറയുടെ അടുത്തു ചെന്ന് പറഞ്ഞു, ഒരു യാത്ര പോകേണ്ടതുണ്ട്. ഇസ്മായിലിനെയും കൂട്ടി തയ്യാറായി നിൽക്കൂ. ഇബ്രാഹിം നബിയും ഭാര്യയും കുട്ടിയായ ഇസ്മായിലും ഒരു ദൂരയാത്രയ്ക്ക് പുറപ്പെട്ടു. ഒരുപാട് ദിവസം അവർ സഞ്ചരിച്ചു. ഒടുവിൽ ഒരു വരണ്ട മരുഭൂമിയായ മർവ പർവ്വതത്തിൻ്റെ താഴ്വാരത്തെത്തി. അവിടെ പഴങ്ങളോ മരങ്ങളോ ഭക്ഷണമോ വെള്ളമോ ഇല്ലായിരുന്നു. ജീവന്റെ ഒരു അടയാളം പോലുമില്ലാത്ത ഒരു താഴ്വരയായിരുന്നു അത്. അവിടെ വച്ച് ഇബ്രാഹിം നബി തൻ്റെ ഭാര്യയെയും കുട്ടിയെയും ഉപേക്ഷിച്ച് തിരിച്ചു നടക്കാൻ തുടങ്ങി. അവർക്ക് 2 ദിവസത്തേക്കുള്ള ഭക്ഷണം മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ഞങ്ങളെ ഈ മരുഭൂമിയിൽ ഒറ്റക്കാക്കി എങ്ങോട്ടാണ് പോകുന്നത്? അദ്ദേഹം ഒന്നും മറുപടി പറഞ്ഞില്ല. അവർ വീണ്ടും കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. ഒടുവിൽ അവർക്ക് മനസ്സിലായി, ഇതൊന്നും സ്വന്തം ഇഷ്ടപ്രകാരം അല്ല അദ്ദേഹം ചെയ്യുന്നത്. അവർ വീണ്ടും വിളിച്ചു ചോദിച്ചു, അല്ലാഹു ചെയ്യാൻ പറഞ്ഞിട്ടാണോ? അദ്ദേഹം തല കുലുക്കുക മാത്രം ചെയ്തു. എന്നിട്ട് നടന്നകന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, ഞങ്ങൾക്ക് ഭയമില്ല, അല്ലാഹു ഞങ്ങളെ സംരക്ഷിക്കും. തൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും ആവശ്യമുള്ള ഭക്ഷണവും വെള്ളവും സംരക്ഷണവും നൽകി അനുഗ്രഹിക്കാൻ ഇബ്രാഹിം നബി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹാജറയും കുഞ്ഞ് ഇസ്മായിലും ആ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു. അല്ലാഹുവിൻ്റെ കൽപ്പനപ്രകാരം ഇബ്രാഹിം നബി തൻ്റെ ഭാര്യയെയും മകനെയും ആ മരുഭൂമിയിൽ ഉപേക്ഷിച്ച് തിരികെ പോയി. ഹാജറയുടെ കയ്യിൽ വെറും 2 ദിവസത്തേക്കുള്ള ഭക്ഷണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും കഴിഞ്ഞു. ഹാജറ ബാക്കിയുണ്ടായിരുന്ന വെള്ളം കുടിച്ചതിനാൽ അവരുടെ കുട്ടിക്ക് പാല് കൊടുക്കാൻ കഴിഞ്ഞു. ഏറെ താമസിയാതെ വെള്ളവും തീർന്നു. അവർക്ക് ദാഹം അനുഭവപ്പെടാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞ് ദാഹിച്ച് കരയാനും തുടങ്ങി. അവർ അടുത്തുള്ള മർവ പർവ്വതത്തിലേക്ക് ഓടിക്കയറി. അവിടെ ആരെങ്കിലും കാണുകയോ എന്തെങ്കിലും ലഭിക്കുകയോ ചെയ്തിരുന്നെങ്കിലെന്ന പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒന്നും കാണാൻ സാധിച്ചില്ല. തുടർന്ന് അടുത്തുള്ള പർവ്വതമായ സഫയിലേക്ക് ഓടി. അവിടെയും ഇത് തന്നെയായിരുന്നു അവസ്ഥ. അങ്ങനെ അവർ 7 തവണ സഫയ്ക്കും മർവയ്ക്കും ഇടയിലൂടെ ഓടി. ഒടുവിൽ ഹാജറ അവശയായി. അവർ കുട്ടിയുടെ സമീപം വന്നിരുന്നു. അപ്പോൾ അവർ ഒരു ശബ്ദം കേട്ടു. അവർ അത് എന്താണെന്നറിയാൻ വേണ്ടി കാതോർത്തു നിന്നു. വീണ്ടും ആ ശബ്ദം കേട്ടപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ ആരാണെങ്കിലും അല്ലാഹു നിങ്ങളെ എനിക്ക് കേൾപ്പിച്ചു തന്നു. എന്നെ സഹായിക്കാൻ കഴിയുമോ? അപ്പോൾ അവിടെ ഒരു മലക്ക്
കുഴി കുഴിക്കുന്നതായി കണ്ടു. വെള്ളം കണ്ടപ്പോൾ ഹാജറ ഓടിച്ചെന്ന് അതിന് തടം കെട്ടാൻ തുടങ്ങി. അവർ അതിൽ നിന്നും വെള്ളം കുടിക്കുകയും പാത്രത്തിൽ ശേഖരിക്കുകയും തൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയും ചെയ്തു. ആ ഉറവ പൊട്ടിയ സ്ഥലം സംസം എന്നറിയപ്പെട്ടു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ചിലർ മക്കയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ പക്ഷികൾ മർവ പർവ്വതത്തിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അവിടെ വെള്ളം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് അവർ മനസ്സിലാക്കി. അവർ മറവയിലേക്ക് നീങ്ങി. അവർ അവിടെ എത്തിയപ്പോൾ അവിടെ നിൽക്കുന്ന സ്ത്രീയെയും കുഞ്ഞിനെയും കണ്ട് അവർ അത്ഭുതപ്പെട്ടു. ഈ വെള്ളം ഉപയോഗിക്കാൻ അവർ ഹാജറയോട് അനുവാദം ചോദിച്ചു. അതുപോലെ ഒരുപാട് ആളുകൾ മറവയിലേക്ക് വരാൻ തുടങ്ങി. അവിടെ മനുഷ്യവാസം ആരംഭിച്ചു. ഇസ്മായിൽ നബി വളർന്നു വലുതായി. അദ്ദേഹം മർവ നിവാസികളുടെ അടുക്കൽ നിന്നും അറബി പഠിച്ചു. അദ്ദേഹം വളരെ നല്ല ബാലനായി വളർന്നു. അദ്ദേഹത്തിൻ്റെ നന്മകൾ കാരണം എല്ലാവരും അദ്ദേഹത്തെ ആദരിച്ചു. അദ്ദേഹം തൻ്റെ പിതാവിനെക്കുറിച്ച് ആലോചിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം ഇബ്രാഹിം നബി തിരികെ വരുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇസ്മായിൽ നബി ഒരു വിവാഹം കഴിച്ചു, സമാധാനപരമായി ജീവിതം നയിച്ചു. ഇബ്രാഹിം നബി വളരെ അസ്വസ്ഥനായിരുന്നു. അദ്ദേഹം തൻ്റെ ഭാര്യയെയും മകനെയും കാണാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു. ഒരിക്കൽ അദ്ദേഹം അവരെ കാണാൻ മക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഏറെക്കാലം സഞ്ചരിച്ച് അദ്ദേഹം മക്കയിലെത്തി. ഇബ്രാഹിം നബി എത്തുന്നതിന് മുമ്പ് തന്നെ ഹാജറ ബീവി വഫാത്തായിരുന്നു. അത് മക്ക നിവാസികളിൽ നിന്നും അദ്ദേഹം മനസ്സിലാക്കി. എന്നാൽ ഇസ്മായിൽ നബി ഇപ്പോഴും ജീവനോടെയുണ്ട് എന്ന് അദ്ദേഹം അറിഞ്ഞു. ഇത് കേട്ടതിൽ അദ്ദേഹം വളരെയധികം സന്തോഷിച്ചു. അൽഹംദുലില്ലാഹ് എന്ന് പറയുകയും ചെയ്തു. ഇസ്മായിൽ നബി പിതാവിനെ കണ്ടതും ഓടിച്ചെന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. അദ്ദേഹത്തിന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഏറെ കാലങ്ങൾക്ക് ശേഷം തൻ്റെ പിതാവിനെ കണ്ടതിൽ അദ്ദേഹം വളരെയധികം സന്തോഷവാനായിരുന്നു. അവർക്ക് ഇരുവർക്കും ഇത് വളരെ സന്തോഷമുണ്ടാക്കിയ സമയമായിരുന്നു. ഒരിക്കൽ അല്ലാഹു ഇബ്രാഹിം നബിയെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഇബ്രാഹിം നബി ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. അതിൽ അദ്ദേഹം തൻ്റെ മകനെ അല്ലാഹുവിനു വേണ്ടി ബലിയർപ്പിക്കുന്നതായും കണ്ടു. അദ്ദേഹം ഞെട്ടിയെണീറ്റു. പക്ഷേ അതൊരു സ്വപ്നമായതിനാൽ അദ്ദേഹം അത് കാര്യമാക്കിയില്ല. രണ്ടാമത്തെ ദിവസവും ഇത് തന്നെ ആവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇത് അല്ലാഹു തനിക്ക് നൽകിയ നിർദ്ദേശമാണ്. ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയെ വിളിച്ചു. താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇസ്മായിൽ നബി പറഞ്ഞു, അല്ലാഹു അങ്ങയോട് എന്തു പറഞ്ഞുവോ അത് ചെയ്യുക. അടുത്ത ദിവസം അവർ ഒരു കത്തിയും കയറുമായി അറഫ പർവ്വതത്തിന് മുകളിലേക്ക് പോയി. പർവ്വതത്തിന് മുകളിലെത്തിയപ്പോൾ ഇസ്മായിൽ നബി തൻ്റെ കൈകാലുകൾ കെട്ടിയിടാൻ തൻ്റെ പിതാവിനോട് ആവശ്യപ്പെട്ടു. കാരണം അല്ലെങ്കിൽ ബലിയർപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടായേക്കാം. ഇബ്രാഹിം നബി അതനുസരിച്ചു. എന്നിട്ട് സ്വന്തം കണ്ണുകളും മൂടിക്കെട്ടി. തൻ്റെ മകൻ്റെ മരണം കാണാൻ ത്രാണിയില്ലാത്തതിനാലായിരുന്നു അത്. നബി തൻ്റെ കത്തി ഉയർത്തി. എന്നാൽ പെട്ടെന്ന് ആകാശത്ത് നിന്നൊരു ശബ്ദം കേട്ടു. ഇസ്മായിൽ നബിക്ക് പകരം ദൈവം ഒരു ആടിനെ യാഗമർപ്പിക്കാൻ കൽപ്പിച്ചു. നബി വളരെയധികം സന്തോഷവാനായി. അല്ലാഹുവിൻ്റെ പരീക്ഷണം അവർ ജയിച്ചിരുന്നു. അവർ ആ ആടിനെ അറുത്ത് അതൊരു വലിയ ആഘോഷമാക്കി മാറ്റി. അവർ ഇരുവരും അല്ലാഹുവിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. അവർക്ക് എന്നാൽ ആരാധനയ്ക്ക് പറ്റിയ ഒരിടം ഇല്ലായിരുന്നു. അപ്പോൾ അല്ലാഹു അവരോട് തനിക്ക് വേണ്ടി ഒരു ഭവനം നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടു. അല്ലാഹു അവരോട് കഅബ നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടു. അത് ഇബ്രാഹിം നബി തൻ്റെ മകനോടും പറഞ്ഞു.
അള്ളാഹു പറഞ്ഞത് തന്നെ നമുക്ക് ചെയ്യാം എന്നദ്ദേഹം മറുപടി നൽകി. അവർ കഅബ നിർമ്മിക്കാൻ തുടങ്ങി. ഇസ്മായിൽ നബി കല്ലുകൾ കൊണ്ടുവരുകയും ഇബ്രാഹിം നബി ആ ജോലി ആരംഭിക്കുകയും ചെയ്തു. ചുമരിന് ഉയരം കൂടിയപ്പോൾ ഇസ്മായിൽ നബി വലിയ കല്ലുകൾ ഇബ്രാഹിം നബിക്ക് വേണ്ടി കൊണ്ടുവന്ന് അദ്ദേഹം അതിന് മുകളിൽ കയറി നിന്ന് തൻ്റെ ജോലി പൂർത്തിയാക്കുകയും ചെയ്തു. അതിൻ്റെ മൂലക്കല്ല് സ്ഥാപിക്കാൻ ഇസ്മായിൽ നബിയോട് കല്ല് ശേഖരിക്കാനായി ആവശ്യപ്പെട്ടു. അദ്ദേഹം വളരെ ക്ഷീണിതനായിരുന്നു. എങ്കിലും കല്ല് ശേഖരിക്കാനായി പോയി. അന്നേരം മലക്കുകൾ ഇബ്രാഹിം നബിക്ക് സ്വർഗത്തിൽ നിന്നും ഇറക്കപ്പെട്ട കല്ല് കൊണ്ടുവന്ന് കൊടുത്തു. ആദ്യകാലത്ത് അതിൻ്റെ നിറം വെളുപ്പായിരുന്നു. പിന്നീട് ആളുകളുടെ പാപം കാരണം അത് കറുപ്പായി മാറപ്പെട്ടു. തിരികെ എത്തിയ ഇസ്മായിൽ നബി ആ കല്ല് കണ്ട് അത്ഭുതപ്പെട്ടു. അദ്ദേഹം ചോദിച്ചു, ആരാണ് ഈ കല്ല് കൊണ്ടുവന്നത്? ക്ഷീണം ബാധിക്കാത്ത ഒരാൾ കൊണ്ടുവന്നതാണ് എന്ന് ഇബ്രാഹിം നബി മറുപടി പറഞ്ഞു. അങ്ങനെ അവർ നിർമ്മാണം പൂർത്തിയാക്കി. അവർ ചെയ്ത ഈ കർമ്മം സ്വീകരിക്കാനായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹു അതിൽ വളരെ സംതൃപ്തനായിരുന്നു. എല്ലാവരോടും കഅബയിൽ വന്ന് തീർത്ഥാടനം ചെയ്യാൻ ആഹ്വാനം ചെയ്തു. അത് ഇബ്രാഹിം നബിയുടെ ജനത അനുസരിക്കുകയും ചെയ്തു. ഇബ്രാഹിം നബിക്കും സാറയ്ക്കും പ്രായമായി. ഒരിക്കൽ അവരുടെ വീട്ടിലിരിക്കുമ്പോൾ 3 അതിഥികൾ വരുന്നത് കണ്ടു. യഥാർത്ഥത്തിൽ അവർ അള്ളാഹു അയച്ച മലക്കുകളായിരുന്നു. ഇബ്രാഹിം നബി അവരെ സ്വീകരിച്ചു. അവർക്ക് ഭക്ഷണം വിളമ്പി. ചുട്ട കാളക്കുട്ടിയുടെ മാംസം അവർക്ക് നൽകി. എന്നാൽ ആ ഭക്ഷണം അതിഥികൾ തൊടുന്നതുപോലുമുണ്ടായിരുന്നില്ല. ഇത് കണ്ട ഇബ്രാഹിം നബി ഭയപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു, അള്ളാഹു അയച്ച മലക്കുകളാണ് ഞങ്ങൾ. ഇബ്രാഹിം നബിക്ക് ഒരു സന്തോഷവാർത്ത അറിയിക്കാനാണ് ഞങ്ങൾ വന്നത്. സാറ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകും. അവനെ നിങ്ങൾ ഇസ്ഹാഖ് എന്ന് വിളിക്കണം. അവൻ ഭാവിയിൽ ഒരു പ്രവാചകനായിത്തീരും. അവർ പറഞ്ഞു. സാറ അത്ഭുതപ്പെട്ടു. എനിക്ക് പ്രായമായി, ഇനി ഞാൻ എങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം നൽകും? അപ്പോൾ മലക്കുകൾ പറഞ്ഞു, അള്ളാഹുവിന് എല്ലാം സാധ്യമാണ്. കുറച്ചു മാസങ്ങൾക്ക് ശേഷം സാറ ഗർഭിണിയാവുകയും ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. കുഞ്ഞിന് ഇസ്ഹാഖ് എന്ന് പേരുമിട്ടു. വർഷങ്ങൾക്കു ശേഷം ഇബ്രാഹിം നബി തന്റെ മകനെ കാണാൻ വേണ്ടി തിരികെ വന്നു. അദ്ദേഹം വീട്ടിലെത്തിയപ്പോൾ ഇസ്മായിൽ നബി വീട്ടിലില്ലായിരുന്നു. ഇസ്മായിൽ നബിയുടെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അവരുടെ സുഖവിവരം അന്വേഷിക്കാൻ തുടങ്ങി. എന്നാൽ അവർ പരാതിക്കെട്ട് അദ്ദേഹത്തിന് മുമ്പിൽ അഴിച്ചുവച്ചു. ഇബ്രാഹിം നബിക്ക് മനസ്സിലായി, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അവൾ ആലോചിക്കുന്നു പോലുമില്ലല്ലോ. ആ സ്ത്രീ തൻ്റെ മകന് പറ്റിയ ഭാര്യയല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം തൻ്റെ മകന് മനസ്സിലാകുന്ന തരത്തിൽ ഒരു സന്ദേശം അവൾക്ക് നൽകി. ഇസ്മായിൽ നബി വരുമ്പോൾ അദ്ദേഹത്തോട് സലാം പറയാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ ഗോപുരത്തിൻ്റെ പൂമുഖം മാറ്റുവാൻ നീ അവനോട് പറയണം എന്നദ്ദേഹം പറഞ്ഞു. ഇസ്മായിൽ നബി തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ അന്വേഷിച്ചു. അവർ ഇബ്രാഹിം നബി പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ തൻ്റെ പിതാവ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഇസ്മായിൽ നബിക്ക് മനസ്സിലായി. അദ്ദേഹം അവളോട് പറഞ്ഞു, എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞത് നിനക്ക് വിവാഹമോചനം നൽകാനാണ്.
ഇനി നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോകാം. അവർ അവരുടെ വീട്ടിലേക്ക് മടങ്ങി. ഇസ്മായിൽ നബി മറ്റൊരു വിവാഹം കഴിച്ചു. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇബ്രാഹിം നബി മകനെ കാണാനായി വീട്ടിലേക്കെത്തി. അദ്ദേഹം എത്തിയപ്പോൾ ഇസ്മായിൽ നബി അവിടെ ഇല്ലായിരുന്നു. അദ്ദേഹം പുതിയ ഭാര്യയോട് അന്നത്തെ വിശേഷങ്ങൾ അന്വേഷിച്ചു. ആ സ്ത്രീയുടെ മറുപടിയിൽ നിന്നും അവർ നല്ലൊരു വനിതയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ആ സ്ത്രീ എപ്പോഴും അള്ളാഹുവിനെ സ്തുതിക്കുമായിരുന്നു. ഇത് കണ്ട് ഇബ്രാഹിം നബി സന്തുഷ്ടനായി. അദ്ദേഹം ആ സ്ത്രീയോട് പറഞ്ഞു, ഭർത്താവ് വരുമ്പോൾ വീടിൻ്റെ ഉമ്മറം ഉറപ്പിച്ചു നിർത്താൻ പറയണം. ഈ രഹസ്യ സന്ദേശം നൽകി അദ്ദേഹം തിരിച്ചുപോയി. ഇസ്മായിൽ നബി വീട്ടിലെത്തിയപ്പോൾ ഭാര്യയോട് കാര്യങ്ങൾ അന്വേഷിച്ചു. അവർ കാര്യങ്ങൾ പറയുകയും ചെയ്തു. ഇത് കേട്ട് ഇസ്മായിൽ നബി പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ വീടിൻ്റെ ഉമ്മറം നീയാണ്. നിന്നെ